നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിൽ ഇതുവരെ കാണാത്ത, ഇതുവരെ എത്തിച്ചേരാത്ത അത്രയും റെയർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. അവർ രണ്ടുപേരും ചേർന്ന് ഇവിടെ അത്ഭുതം തീർക്കുകയാണെന്നാണ് നമ്മുടെ കോർഡിനേറ്റർ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഞാൻ സ്വാഗതം ചെയ്യട്ടെ. തീർച്ചയായിട്ടും. സിനു ആൻഡ് ബിനു ഫ്രം കോതമംഗലം. അല്ല, ഈ വയറിന് ഉള്ളിലേക്ക് തള്ളി പിടിച്ചാലേ കുനിയാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. അല്ല, പിന്നെ മറ്റേ ആളെവിടെ? ആരാ? നിങ്ങൾ ഇരട്ടകളാണെന്നല്ലേ പറഞ്ഞത്? സിനുവും ബിനും. അപ്പൊ ബിനു എവിടെ? ഞാനാ ബിനു. അപ്പൊ സിനു എവിടെ? സിനു വന്നില്ല. അല്ല, നിങ്ങളിപ്പോ രണ്ടുപേരല്ലേ? അതെ അതെ, ഒരുപോലെ ഇരിക്കും. അതെ, ഒരുപോലെ ഇരിക്കുന്ന രണ്ടുപേരുടെ പെർഫോമൻസ് അല്ലേ? എന്നെ കണ്ടാലും അവനെ പോലെ ഇരിക്കും, അവനെ കണ്ടാലും എന്നെ പോലെ ഇരിക്കും. അതുകൊണ്ട് ഞാനിങ്ങ് വന്നേ. പെർഫോം ചെയ്യണമെങ്കിൽ രണ്ടുപേര് വേണ്ടേ? വേണ്ട, അവൻ ചെയ്യണ അതേ സാധനം തന്നെ ഞാനും ചെയ്യണേ. ഞാൻ ചെയ്യണ അതേ സാധനം പുള്ളി ചെയ്യണേ. അപ്പൊ പിന്നെ ഒരാൾ വന്നാൽ മതിയല്ലോ. അപ്പൊ രണ്ടുപേരുടെ പേയ്മെന്റ് പറഞ്ഞിരുന്നു. രണ്ടുപേരുടെ പേയ്മെന്റ് എന്റെ തന്ന ഈ പ്രശ്നം തീരുമല്ലോ. അപ്പൊ രണ്ടുപേരും പെർഫോമൻസ് ചേട്ടൻ ചെയ്യൂ? ഒറ്റയ്ക്ക് ചെയ്യൂ. അയ്യോ, ചേട്ടന് കോതമംഗലത്ത് എവിടാന്നാ? കോതമംഗലത്ത് ഞാൻ കോതമംഗലത്ത് നിന്ന് നേരെ കുട്ടമ്പുഴയ്ക്ക് പോണ വഴി. മറ്റേ പുലിമുരുകനൊക്കെ പിടിച്ചില്ലേ, ആ വഴിയാ അത്. അയ്യോ, എനിക്ക് അവിടെ ഒരു ബന്ധുണ്ട്. ആണോ? അതെവിടെയാ? പറഞ്ഞില്ലേ, കറക്റ്റ് ടൈം എത്തിയിരിക്കും. കറക്റ്റായിട്ട് എത്തിയിരിക്കും. കോതമംഗലത്തേക്ക് എനിക്ക് ഒരുപാട് ബന്ധുക്കളൊക്കെ ഞാൻ ആരാണെന്നാണ് വിചാരം. എന്റെ ബന്ധുക്കൾ ഇവിടെയൊക്കെയാണ്, എന്റെ സുഹൃത്തുക്കളൊക്കെ. കേരളത്തിൽ എല്ലായിടത്തും എന്റെ ആൾക്കാരല്ലേ മൊത്തം. ഞാൻ ഒന്ന് വിളിച്ച ഞൊടിച്ചിരുന്നു. പുള്ളിയുടെ ബന്ധുക്കൾ മൊത്തം. ഇത് അഭ്യാസം ഇപ്പൊ തന്നെ തുടങ്ങണോ? വേണ്ടല്ലോ, നിർത്ത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് പേടിക്കണ്ട. ഇനിയും ആൾക്കാർ വേണമെങ്കിൽ ഞാൻ എത്തിക്കാം. എനിക്ക് ഒരുപാട് പിടിപാടുള്ള കാര്യങ്ങൾ ഉള്ളതാണ്. പിന്നെ കോതമംഗലത്ത് തന്നെ. കോതമംഗലത്ത് എവിടെ വീട്? കോതമംഗലത്ത് കുട്ടമ്പുഴ. നമ്മുടെ പുലിമുരുകം പിടിച്ച മറ്റേ കാടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉള്ളിലേറിയല്ലേ? ഉള്ളിലേറിയ സിറ്റി തന്നെ എന്റെ ഒരു അങ്കിൾ താമസിക്കുന്നുണ്ട്. അതെവിടെയാണ്? വൺ മിസ്റ്റർ മണിയൻ. വൺ മിസ്റ്റർ മണിയനോ? അതെ അതെ, അങ്ങനെ ഒരാള്. അതെവിടെയായിട്ട് വരും? അത് ക്ഷേത്രം, അറിയപ്പെടുന്ന ക്ഷേത്രം ഉണ്ടല്ലോ, തൃക്കാരൂർ ക്ഷേത്രത്തിൽ. അതിന് തൊട്ട് ബാക്കിലായിട്ട് വരും. അറിയപ്പെടുന്ന അവിടെ മൊത്തം എല്ലാവർക്കും അറിയാം. എന്റെ സ്വന്തം എന്റെ മാതൃ, എന്റെ സ്വന്തം അമ്മയുടെ ആങ്ങളെയാണ് എന്റെ സ്വന്തം. പിന്നെ രണ്ട് പെൺമക്കള്. അതെ അതെ അതെ, ഒന്ന് 8ലും ഒന്ന് 10ലും. അതെ അതെ, എന്റെ അങ്കിളാണ്. ഞാൻ അറിയോ? ഞങ്ങളുടെ നാട്ടിൽ വിളിക്കണ മുക്രിമണിയെന്നാ. പിന്നെ ഈ കക്കൂസിന്റെ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് ഉള്ള മാമന. അല്ല, അത് വിട്ടാരോ, അത് വിഷയം വിട്ടാരോ, പ്രോഗ്രാം ആരംഭിക്കാം. ഒരു കഴുത്തിന് ഇത്ര ചുണങ്ങൾ ഒരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആണോ? എന്ത് ചുണങ്ങാന്നറിയാം. അല്ല, അത് വിഷയം വിട്. പിന്നെ ഷാപ്പിൽ ചെന്നേച്ച് പുള്ളി ഉണ്ടല്ലോ, വൈകുന്നേരം ഷാപ്പിൽ ചെന്നിച്ച് ഈ കറി വെച്ച ചട്ടിക്കകത്ത് ഇങ്ങനെ ചോറിട്ട് ഇളക്കി തിന്നുന്ന ചട്ടിയിലോ. ഞാൻ പറയാം, മുക്രിമണിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു. ഫേമസ് അല്ലേ? ഷാപ്പിലെ പൂച്ച കർണക്കുട്ടിക്കിട്ട് അടിച്ച് ഇറക്കി വിടാതെ ഈ പുള്ളി പോകൂല. ഞാൻ എന്തെങ്കിലും പിന്നെ പോകുമ്പോ പറയണം മുക്രിമണിന്റെ അടുത്ത്. അല്ല, മുക്രിമണിന്റെ അടുത്ത് ഞാൻ പോകുമ്പോ പറഞ്ഞേക്കാം. ഒന്നും പറയണ്ട. അല്ല, ഞാൻ എന്തായാലും ഇന്ന് വൈകുന്നേരം ഞാൻ പോകുന്നുണ്ടല്ലോ. മുക്രിമണിന്റെ അടുത്ത് എന്തെങ്കിലും പറയണം? ഒന്നും പറയണ്ടെന്ന്. അല്ല, ഞാൻ എന്താ പറഞ്ഞ, എന്തെങ്കിലും പറയണ്ടേ? പറയാമോ? മാമന്മാരാന്ന് മനസ്സിലായി നാണം കെടുത്താനായിട്ട്. മുക്രിമണി അല്ല, ഈ മുക്രിമണി എന്നൊരു വാക്ക് മിണ്ടി പോരുത്. മൂത്രം ഒഴിക്കാൻ പോണ സ്ഥലം എവിടെയാന്ന് ചോദിച്ചാൽ എന്റെ പൊന്നു ചങ്ങാതി, മൂന്നാറിന് പോണ വഴി എന്റെ സ്ഥലത്താന്ന് പറയുമായിരുന്നു. ഞാൻ ചോദിച്ചു, ഒന്നും പറയണ്ടേ? അല്ല, വേറെ മാമന. മാമന്റെ അതേ ചായ കേട്ടോ. എന്തായാലും ഞാൻ പുറംതിരിഞ്ഞ് നടന്നപ്പോഴാണ് കണ്ടത് ചായ. അതെ 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 അതെ. മാമന്മാരൊക്കെ ഇങ്ങനെ ഉണ്ടാവണം അല്ലേ? അഭിമാനം പേരൊക്കെ പറയുമ്പോ. അല്ല, കലേഷിന്റെ ആരുണ്ട് കോതമംഗലത്ത്? എന്റെയോ? അല്ല, കലേഷ് പറഞ്ഞായിരുന്നു ഞാൻ വന്നപ്പോ തന്നെ കോതമംഗലത്ത് എന്താ അങ്കിൾ ഉണ്ടെന്ന് ആരുണ്ടെന്ന് പറഞ്ഞേ. എനിക്കറിയാൻ പറ്റും. എനിക്കറിയാം ഇതുപോലത്തെ ഈ കോതമംഗലത്ത് എനിക്ക് ബന്ധുക്കളെ. ഞാൻ ഒരു സത്യം പറയട്ടെ, അനാഥന, എനിക്ക് ആരും ഇല്ല. സത്യം. കോതമംഗലം ഇത് എവിടെയാ? നമുക്ക് പ്രോഗ്രാം തുടങ്ങാം. നിങ്ങൾക്ക് കോതമംഗലത്ത് ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ആരുമില്ല. ഒരു കാര്യം പറഞ്ഞോട്ടെ, മുക്രിമണിന്റെ കാര്യം പറയാനാണോ? കുറെ നേരമായിട്ട് കോതമംഗലത്ത് ബന്ധുണ്ടോന്ന് ചോദിക്കല്ലേ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ വയറൊക്കെ വെച്ചോണ്ട് എങ്ങനെ പെർഫോം ചെയ്യാൻ പോകുന്നത്? പെർഫോം ചെയ്യാന്ന് പറഞ്ഞ് വയറ് ഊരി വീട്ടിൽ വെച്ചിട്ട് വരാൻ പറ്റുമോ?
ചേട്ടാ Perform ചെയ്യണം, ചേട്ടൻ perform എന്താ വയറൊന്നും ഒരു എന്താ പെർഫോം ചെയ്യാൻ പോകുന്നത്? പ്രിയമുള്ള കലാസ്നേഹികളെ, ഞാൻ ആദ്യമായി ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ സ്ത്രീകളും അറ്റാക്ക് രോഗികളും ഗർഭിണികളും പിരിഞ്ഞുകൊണ്ട്, കാരണം അത്രയ്ക്ക് ഭീകര കർണക്കടോര ഭീകര ഐറ്റങ്ങളാണ് ഞാൻ കാഴ്ചവെക്കാൻ വന്നത്. ഞാൻ വയറിന്റെ മേളിൽ കമന്ന് കിടക്കും. ഓ, അത് ഞാനും ചെയ്യും ചേട്ടാ. എങ്ങനെ? വയറിന്റെ മുകളിൽ കമന്ന് കിടക്കുന്നത്. ഏത്? ഈ വയറ് വെച്ച് കമന്ന് കിടന്നു കഴിഞ്ഞാൽ വയറിന്റെ മുകളിലല്ലേ കിടക്കുന്നേ? ഓ, ഈ കോട്ട് മാത്രമേ ഉള്ളൂ, തലയ്ക്കകത്തൊന്നുമില്ല അല്ലേ? ഇവിടെ ഞാൻ മറ്റേ ഈ ഇൻസ്റ്റലേഷൻ വയറില്ലേ, ആ വയറിന്റെ മേളിൽ കമന്ന് അത് ഞാനും കിടക്കും. ഒരു വയറിട്ടിട്ട് അതിന്റെ മുകളിൽ കമന്ന് കിടക്കാൻ ആർക്കാ പറ്റാത്തത്? തറയിലിടും. തറയിലിട്ടിട്ട് ഞാൻ വല്ലതൊക്കെ വിളിച്ചു പറയും. ഞാൻ അങ്ങനെ കിടക്കണ കാര്യമല്ല പറഞ്ഞത്. 2 തെങ്ങ്, അപ്പുറത്തെ തെങ്ങിന്ന് ഇപ്പുറത്തെ തെങ്ങിൽ വയറിങ്ങനെ വലിച്ചു കെട്ടും. അതിന്റെ മേളിൽ ഞാൻ ഈ കുളിച്ചിട്ട് തോർത്ത് ഉണങ്ങാനിടൂലേ, അതുപോലെ ഞാൻ ഇങ്ങനെ കിടക്കും. വവ്വാല് പോലെ കിടക്കും. പിന്നെ ആരെങ്കിലും കുളിക്കാൻ എടുക്കുമ്പോൾ മാത്രമേ ഞാൻ എഴുന്നേക്കാറുള്ളൂ. അങ്ങനെ കിടക്കാൻ പറ്റുമോ? പറ്റൂല. ആ, ഞാൻ എന്തെങ്കിലും പെർഫോം ചെയ്യുന്ന എന്റെ ഫാൻസ് എന്ന് പറഞ്ഞാണല്ലോ, ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് എന്റെ ഫാൻസ്. പിന്നല്ലേ, സ്ത്രീകളാണ് ഇവിടെ കൂടുതൽ. ഒന്ന് കൈയടിച്ചേ. ഞാൻ ഞാൻ ഭയങ്കര സ്പീഡിൽ ബൈക്ക് ഓടിക്കും. ഈ ബൈക്ക് ഓടിക്കുമ്പോഴാണ് സ്ത്രീകൾ എന്റെ ദൈവമേ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പറയും. ഗിന്നസ് റെക്കോർഡ് ഉണ്ടോ അതില്? ഗിന്നസ് റെക്കോർഡ് ഇല്ല, ചില ബുക്കുകളിൽ എന്റെ പേര് ആലേഖനം ചെയ്തിട്ടുണ്ട്. ഏത് ബുക്കില്? ഗവൺമെന്റിന്റെ. അയ്യോ, ഒരു കൈയടി കൊടുത്ത ഗംഭീരമായിട്ട് ഗവൺമെന്റ് ബുക്കിൽ വരെ പേരുള്ള. സാധാരണ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് വരാറുണ്ട്, ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് വരാറുണ്ട്, പിന്നെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് വരാറുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയില് ഗവൺമെന്റ് രജിസ്റ്ററിൽ അല്ലെ ഗവൺമെന്റ് ബുക്കിൽ പേരുള്ള ഒരു ചേട്ടൻ പെർഫോം ചെയ്യാൻ വന്നത്. വലിയൊരു കൈയടി കൊടുക്കാം. അപ്പോ ഗവൺമെന്റ് ബുക്കിൽ പേരുള്ള ബിനു ചേട്ടൻ പെർഫോം ചെയ്യാൻ പോവാണ്. ചോദിച്ചു നോക്കൂ എന്താ. So ബിനു ചേട്ടാ, which is your favorite program? Which is your favorite program? I mean performance. Yeah, can you explain? എങ്ങനെ? Which is your favorite program? I mean your favorite act, right? ഒന്നും കൂടെ പറഞ്ഞേ. We want to know about your favorite act. I mean your favorite performance. മലയാളത്തിൽ പറയാമോ? ചേട്ടൻ എന്താ ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നതെന്ന് നിർത്തിക്കേ. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടില്ല. ഞാൻ അങ്ങനത്തെ ആളല്ല. അല്ല, ഞാൻ എവിടെയോ സാധാരണ കാണാൻ കിട്ടുന്ന ആളല്ല ഞാൻ. ഒരു നിമിഷം ഞാൻ ഇയാളെ എവിടെയാ കണ്ടിട്ടുണ്ട്? എനിക്ക് അങ്ങോട്ട് ഓർമ്മ ഓണം വരാൻ കാര്യമില്ല, കാരണം നമ്മൾ ഇതിക്കുമ്പോ കണ്ടിട്ടില്ല. കൈയൊന്ന് മാറ്റിക്കേ. അല്ല, ഈ കൈ പറഞ്ഞാൽ എനിക്കേ എടാ നീ കള്ളം പിന്നുവല്ലേടാ? കള്ളം വരോ? ആ കള്ളം പിന്നുവല്ലേ? അല്ല, ഞാൻ ആ കോതമംഗലം വരെ ഇവർക്ക് അറിയാമെന്ന് പറഞ്ഞു കൊടുത്തേ. കള്ളം പിന്നു. എടാ എന്നെ പറ്റിക്കണടാ, നിന്നെ ഏത് കുറ്റാക്കൂരിട്ട് കണ്ടാലും ഞാൻ പിടിക്കും. അത് ഈ ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് കണ്ടിട്ട് സ്ത്രീകൾ ദൈവമേ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവയ്ക്കുന്ന ആളായത്. നെഞ്ചത്ത് കൈവയ്ക്കും. ഇവൻ സ്ത്രീകളുടെ മാലയും പൊട്ടിച്ചോണ്ടേ ബൈക്കിൽ 600 പോകുമ്പം അവരെന്റെ ദൈവമേ എന്ന് പറഞ്ഞ് കൈവയ്ക്കും. അപ്പൊ കമ്പി വളയ്ക്കും പറഞ്ഞു. കമ്പി വളയ്ക്കും. പാതിരാത്രി എല്ലാരും ഉറങ്ങി കിടക്കുമ്പോ വീടിന്റെ ജനൽ കമ്പി വളച്ച് അകത്ത് കയറും. അതാണ് അവന്റെ കമ്പി വള. അങ്ങനെയല്ല സത്യത്തിലേ. ഈ പുള്ളി നുണ പറഞ്ഞ. ഞാൻ മറ്റേ ഇതാണ് ബിനു അനു കോതമംഗലം. അതെ, അനു കോതമംഗലം ഇപ്പൊ കാണിച്ചത്. ഞാനേ പോലീസിനൊന്ന് വിളിക്കാം. ഇത് ഗവൺമെന്റ് ബുക്കിൽ പേരുള്ള പെർഫോമർ ഉണ്ട്. കേരളത്തിലെ മിക്കവാറുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലെയും രജിസ്റ്ററിൽ അവന്റെ പേരുണ്ട്. ഉണ്ട്. ഞാൻ പോലീസിനെ വിളിക്കട്ടെ. അല്ലാതെ പോലീസിനെ വിളിക്കുന്നു. ഞാൻ പോയിട്ട് വേഗം. അതെ, ഈ ക്രിസ്മസിന് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഉണ്ടെങ്കിൽ പരോളിൽ ഇറങ്ങുമ്പോ ഞാനൊരു കരോള് നടത്തിയിട്ട് അങ്ങ് പോകായിരുന്നു. നമ്മുടെ കോർഡിനേറ്റർ പറ്റിച്ചൊരു പണിയേ. ഇത് എന്ത് പണിയാ പുള്ളി കാണിച്ച്? എന്നിട്ട് പുള്ളി എവിടെ? ഏതായാലും പറ്റിയത് പറ്റി. നമുക്ക് നെക്സ്റ്റ് പെർഫോമൻസിലേക്ക് കിടക്കാം.